പുത്തനത്താണിയിൽ പേരിനൊരു ബസ് സ്റ്റാൻഡുണ്ട്, ബസ്സുകൾ കയറാത്ത ബസ് സ്റ്റാൻഡ്. പക്ഷേ ഞായറാഴ്ചകൾ ബൈക്കിന്റെ ഇരമ്പലാൽ മുഖരിതമാകും. ലോ സ്ട്രീറ്റ് ടീമിന്റെ ബൈക്ക് റേസിംഗിനാണ് ഇവിടം വേദിയാവുക. ഒരു ബൈക്കും കുറച്ച് സ്ഥലവും ലഭിച്ചാൽ പിന്നെ ഇവർക്ക് അത് ബൈക്ക് റേസിംഗ് മൈതാനമാകും. വളച്ചും ചരിച്ചും തലകീഴായി മറിച്ചും പിന്നെ അസാമാന്യ പ്രകടനമാണ്. കണ്ടുനിൽക്കുന്നവരുടെ കൈയും കാലുമെല്ലാം വിറച്ചില്ലെങ്കിലാണ് അത്ഭുതം. ഫ്രീക്ക് പയ്യൻസിന്റെ തരികിട എന്ന് പറയാൻ വരട്ടെ. ഇത് ലോ സ്ട്രീറ്റ്സിന്റെ വെറും വികൃതി മാത്രമല്ല, റൈസിംഗ് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. നിരവധി മത്സരങ്ങളിലും ഷോകളിലും ഇവർ ഭാഗമായിട്ടുണ്ട്. ഷോകളിൽ നിന്നും ലഭിക്കുന്ന പണം ഇനി സാമൂഹ്യ സേവനത്തിനും ഉപയോഗിക്കണമെന്നും ഗഡീസ് പറയുന്നു. ഞങ്ങൾ തുടങ്ങിയിട്ട് 3-4 വർഷം, ഇപ്പോൾ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ 1 വർഷമാണ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം ബാംഗ്ലൂർ ഒരു കോളേജ് ഷോ കഴിഞ്ഞു. പിന്നെ ഇനി ഷോസ് ഉണ്ട്, പെൻഡിങ് ഉണ്ട്. കൺഫേം ആയാൽ അതും ചെയ്യും. ചില ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ടീം ഫണ്ട് ഉണ്ട്. ടീം ഫണ്ട് ഇനി നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. ഒരു ഷോ കിട്ടുന്ന ക്യാഷ് ഞങ്ങൾ ടീം ഫണ്ടിലുണ്ട്. അതിനിപ്പോൾ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യും. വായുവിൽ പൊന്തിയും താണും റൈസിംഗിന്റെ ഉയരങ്ങൾ കീഴടക്കാൻ ഇവർ വീണ്ടും കുതിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുത്തനത്താണി.